എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു സബ് ടൈറ്റിലുണ്ട്: പണം കിട്ടാനായി പണം കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുവാൻ ശക്തമായ ഒരു മാർഗമാണ് പണം കൊടുക്കുക എന്നത്. കാരണം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് എനിക്ക് ധാരാളം പണമുണ്ട് എന്നാണ്. ഈ ഭൂമുഖത്ത് ഏറ്റവും ധനികരായവരാണ് ഏറ്റവും വലിയ പരോപകാരികൾ. അവർ ധാരാളം പണം ദാനം ചെയ്യുന്നു. ആകർഷണ തത്വം അനുസരിച്ച് അവർ കൊടുക്കുന്തോറും പ്രപഞ്ചം അതിൻ്റെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ച പണം അവരിലേക്ക് പ്രവഹിപ്പിക്കുന്നു. ദാനം ചെയ്യാൻ മാത്രം പണം എൻ്റെ കയ്യിലില്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതുതന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പക്കൽ വേണ്ടത്ര പണം ഇല്ലാത്തത് എന്ന്. ദാനം ചെയ്യാൻ വേണ്ടത്ര പണം നിങ്ങൾക്കില്ല എന്ന് തോന്നിയാൽ ദാനം കൊടുക്കാൻ തുടങ്ങുക. കൊടുക്കുക എന്നതിൽ നിങ്ങൾ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആകർഷണ തത്വം ഇനിയും കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും വിധത്തിൽ കൂടുതൽ പണം നിങ്ങൾക്ക് എത്തിച്ചു തരണം. ദാനം ചെയ്യുന്നതും ത്യജിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടെ കൊടുക്കുമ്പോൾ അതിൽ സുഖാനുഭവം ഉണ്ട്, ത്യജിക്കുന്നതിൽ സുഖാനുഭവം ഇല്ല. രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അവ രണ്ടും നേരെ എതിർദിശയിലുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഇല്ലായ്മയുടെ സിഗ്നൽ പ്രസരിപ്പിക്കുമ്പോൾ മറ്റേത് ആവശ്യത്തിലധികം ഉണ്ട് എന്ന സിഗ്നൽ ആണ് പ്രസരിപ്പിക്കുന്നത്. ഒന്നിൽ സുഖാനുഭവം ഉണ്ട്, മറ്റേതിൽ അതില്ല. ത്യജിക്കുന്നത് ആത്യന്തികമായി അമർഷത്തിലേക്കും നയിക്കും. നിറഞ്ഞ മനസ്സോടെ ദാനം ചെയ്യുക എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ആകർഷണ തത്വം ആ തരംഗങ്ങളെ സ്വീകരിച്ച് ഇനിയും കൂടുതൽ നിങ്ങളിലേക്ക് പ്രസരിപ്പിക്കും. ആ വ്യത്യാസം നിങ്ങൾ അനുഭവിച്ചറിയും. ജെയിംസ് റേ പറയുന്നത് ഇങ്ങനെയാണ്: ധാരാളം പണം സമ്പാദിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിബന്ധങ്ങൾ വളരെ മോശമാണ്. അത് സമ്പന്നതയല്ല. നിങ്ങൾക്ക് പണത്തിൻ്റെ പുറകെ പോകാം, ധാരാളം പണം സമ്പാദിക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകും എന്നുറപ്പ് പറയാൻ കഴിയില്ല. പണം സമ്പത്തിൻ്റെ ഭാഗമല്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും ആണ്, പക്ഷേ അതൊരു ഭാഗം മാത്രമാണ്. വേറെ ചിലരെ ഞാൻ കാണാറുണ്ട്, ആത്മീയ വ്യക്തികൾ. പക്ഷേ അവർക്ക് എപ്പോഴും ദാരിദ്ര്യവും അനാരോഗ്യവും ആയിരിക്കും. അതും സമ്പന്നതയല്ല. ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവണം, എല്ലാ മേഖലയിലും. സമ്പന്നനാകുക എന്നത് ആത്മീയതയുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന വിശ്വാസത്തോടെയാണ് നിങ്ങൾ വളർന്നതെങ്കിൽ നിങ്ങൾ കാത്തറൈൻ പോണ്ടറുടെ ബൈബിളിലെ കോടീശ്വരന്മാർ എന്ന പരമ്പര വായിക്കാൻ ഞാൻ കാര്യമായി ശുപാർശ ചെയ്യുന്നു. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്